അവിടെ വർക്കിംഗ് കേട്ടോ. അവിടം വരെ വന്നേച്ചാൽ പിന്നെ ഓട്ടം കാണുമ്പോൾ ഒന്ന് 2 പ്രാവശ്യം വന്നായിരുന്നു. ഒന്ന് രാവിലെ, ഒന്ന് വൈകിട്ട്. നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഒരു 10-12 മണി വന്നു. അപ്പം അടിച്ചു. അന്നേരം ഇത് കാണിക്കപ്പം അങ്ങോട്ട് പോയി. രാവിലെ വന്നപ്പം ആന അന്നേരം തന്നെ വന്ന് ഈ ഒച്ച കേട്ടപ്പം രാവിലെ മുകളിലോട്ട് കയറി. നിങ്ങൾ കാണുന്നുണ്ടോ? കാണുന്നുണ്ടല്ലേ? ആന കാണുന്നുണ്ട്. അല്ലേ? നമ്മളെ മൂമെന്റ് കിട്ടുമോ? ഇവിടുന്ന് കിട്ടുമോ? നോക്ക് ഇങ്ങോട്ട് വീഡിയോ നോക്ക്. തലയിറ്റി പോകുന്നു നോക്കുമ്പോൾ. എൻ്റെ അവിടെ വർക്കിംഗ് കേട്ടോ. നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ ആർളം ഫാമിൽ തന്നെയാണ്. കഴിഞ്ഞ 2 എപ്പിസോഡുകൾക്ക് മുന്നേ നമ്മൾ ആർളം ഫാമിലെ ഒരു അടിപൊളി വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. ചെയ്തെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമ്മൾ പ്രധാനമായിട്ട് കാണിച്ച ഒരു ടോപ്പിക് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കാട്ടാനയെ തുരത്താനായിട്ട് 2 പയ്യന്മാർ കണ്ടുപിടിച്ച ഒരു AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ട്രയൽ ആൻഡ് എററാണ് നമ്മൾ അന്ന് നടത്തിയത്. അപ്പോൾ അത് ഇങ്ങനെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പല സ്ഥലത്തും ഇത് വെച്ച സ്ഥലത്തൊന്നും ആനകൾ അതിൻ്റെ അടുത്തോട്ട് വരുന്നില്ല. അപ്പോൾ നമുക്കതെങ്ങനെയെങ്കിലും ഒരു ക്യാമറയിൽ അത് എഫക്റ്റീവ് ആണോ എന്ന് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടിയിട്ട് അത് ക്യാമറയിൽ അതിൻ്റെ ഒരു വിഷ്വൽ കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ലക്ഷ്യം. ഇന്നും നമ്മൾ ആർളം ഫാമിൽ തന്നെയാണുള്ളത്. വീണ്ടും നമ്മളിന്ന് ഈയൊരു മെക്കാനിസം മറ്റൊരു പ്രദേശത്ത് നമ്മൾ കൂടുതൽ ആനകൾ വരുന്നൊരു പ്രദേശത്ത് വെക്കാനായിട്ടുള്ളൊരു പരിപാടിയാണ്. അവിടെ അതായത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഇന്ന് നമ്മളെ സഹായിക്കാനായിട്ടുള്ളത്. ഫോറസ്റ്റിൻ്റെ ഒരു അടുത്തുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ മാത്രമല്ല, അവിടെ നിരവധി കാട്ടാനകൾ വരുന്നൊരു പ്രദേശം ആയതുകൊണ്ട് തന്നെ ഫോറസ്റ്റിൻ്റെ അടുത്തുള്ള പ്രദേശത്താണ് നമ്മളിന്ന് ഇത് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഒരുപക്ഷെ നമുക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ ഏതായാലും ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട വിഷ്വൽസ് ഒക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ആ ഒരു സിസ്റ്റമായിട്ട് നമ്മൾ പല സ്ഥലത്ത് ഇത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പോവുകയാണ്. കയറി പിടിച്ചോ. നാളെ ഇത് എടുക്കാൻ പോകുമ്പോൾ ഇങ്ങോട്ട് നോക്കാം. നേരത്തെ പോയിട്ടേ നമ്മൾ ഇത് സെറ്റാക്കാനുള്ള സംഭവം സെറ്റാക്കി വെച്ചാൽ മതി. മഴ പെയ്താൽ ആ ഒരു കണ്ടീഷനിൽ കുഴപ്പമില്ല. നമ്മളിപ്പോൾ ഉള്ളത് ആർളം ഫാമിലെ 10ാം ബ്ലോക്കിലാണ്. നമുക്ക് ഇന്ന് സഹായത്തിനായിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും നമ്മോടൊപ്പം ചേർന്നിട്ടുണ്ട്. റേഞ്ചർ മാഡം തന്നെ ഇതിൻ്റെ സഹായത്തിനായിട്ട് നമ്മുടെ കൂടെ തന്നെയുണ്ട്. അപ്പോൾ അവരിത് സെറ്റ് ചെയ്യുന്ന ഒരു രംഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഏരിയ ഒക്കെ സ്ഥിരമായിട്ട് കാട്ടാന പാസ് ചെയ്യുന്നൊരു പ്രദേശമാണ്. നമുക്കിവിടെ കാണാൻ ആനമതിൽ ഇങ്ങനെ പൊളിഞ്ഞ് കിടക്കുന്നൊരു പ്രദേശമാണ്. ഇതിലെ ആനകൾ സ്ഥിരമായിട്ട് പാസ് ചെയ്യുന്നൊരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. അതിൻ്റെ ഉള്ളിൽ കയറുമോ?
കട്ട് ചെയ്താൽ ചിലപ്പോൾ നിക്കണമെന്നില്ല. അങ്ങനെ വെച്ചാണോ അല്ലെങ്കിൽ ആ ഹോൾ ഇവിടെ കട്ട് ചെയ്തപ്പോലെ ഇത് വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോ നിക്കില്ല. വെടിപ്പിച്ച് കഴിഞ്ഞാല് കാല് പോലെ പറന്നു. അത് ബെയ്റ്റിലല്ലോ. കാണിച്ച് ഈ ക്യാമറ അതിനകത്ത് കയറുവാ. കട്ട് ചെയ്യണം. ഇതാകുമ്പോ ഒരു ഇതും കൂടെ വെക്കേണ്ടി വരും. അതാ തറയിലും താഴെ സപ്പോർട്ട് വെച്ചാലോ. ഒറ്റ വസ്തൊന്ന് കുറച്ച് കട്ട് ചെയ്യാം. ഐഡിയ അങ്ങനെയൊക്കെ നല്ല ഐഡിയ ആയിരുന്നു. അതിന് വേണമെങ്കിൽ ചെറിയ ഹോൾ അടിക്കാം നമുക്ക്. സംഭവം സെറ്റാക്കിയില്ലേ? ഇവിടെ ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ ക്യാമറ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ സിസ്റ്റം അവിടെ സെറ്റ് ചെയ്തിരിക്കുക കേട്ടോ. അറിയാക്കാം. നമ്മളിപ്പോൾ ഇത്ര നേരം അതിൻ്റെ ഇൻസ്റ്റാളേഷനുമായിട്ട് നിൽക്കുമായിരുന്നു. അതിൻ്റെ ഇൻസ്റ്റാളേഷൻ്റെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു. നമ്മുടെ ഇവിടുത്തെ ഫോറസ്റ്റ് ഓഫീസർമാരും നമ്മളെ സഹായിക്കാനായിട്ട് വന്നു. ഇവിടുത്തെ റേഞ്ചർ അടക്കം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും ആ ഒരു സിസ്റ്റം നമ്മളിവിടെ ആ ഒരു ഗ്യാപ്പിൽ, അതായത് ആനമതിൽ പൊളിഞ്ഞ് കിടക്കുന്ന ആ ഒരു ഗ്യാപ്പിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരുപക്ഷെ ഇനിയിപ്പോൾ നമുക്ക് വരുന്ന രാത്രി കഴിയുമ്പോഴാണ് നമുക്കതിൻ്റെ എഫക്റ്റീവ്നെസ് മനസ്സിലാക്കാനായിട്ട് പോകുന്നത് കേട്ടോ. നമ്മൾ രാത്രി ഇപ്പോൾ മറ്റൊരു സ്ഥലത്തും കൂടെ ഇത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പോവുകയാണ്. ഇത് ജനവാസ മേഖലയാണ്. നമുക്കിവിടെയൊക്കെ കശുമാവും ഒക്കെ കാണാം, കാഷ്യൂ ട്രീ ഒക്കെ കാണാം. ഇവിടെ ഇതുപോലെ കാട്ടാന സ്ഥിരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ഏരിയയാണ്. ഇവിടെ നമ്മൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹായത്തോടെ നമ്മളിത് അടുത്ത സ്ഥലത്തും ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പോവുകയാണ്. ഇവിടെ നമുക്ക് ആനമതിൽ കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ ആനമതിൽ പൊളിഞ്ഞ് കിടക്കുന്നൊരു സ്ഥലമുണ്ട്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇവിടെ വീടുണ്ട് കേട്ടോ. നമുക്കിവിടെ വീട് കാണാം. ഈ ഒരു പ്രദേശത്ത് ആന സ്ഥിരമായിട്ട് ഇറങ്ങുന്ന ഒരു പ്രദേശമാണ്. എന്താ സ്ഥിതി എന്നുള്ളത് നമുക്കിനിയിപ്പം ഒരു മണിക്കൂറിൽ അറിയാൻ പറ്റുള്ളൂ. കള്ളിക്കുറ്റി പോലും കുറച്ച് 4 വണ്ടി കണ്ടു വന്നു. അന്ന് അവരെ ഇവിടെ വന്ന് നോക്കാം കയറാൻ പറ്റിയില്ല. അവരിതിന് മുകളിൽ ചെന്നിട്ട് മുറ്റത്ത് കയറി അവിടെ നിന്ന് മാങ്ങ പൊറുക്കി തിന്നിട്ട് കുറച്ചപ്പോൾ പിന്നെ താഴത്ത് പിന്നെ റിട്ടേൺ അടിച്ച് വരുന്നത്. ഞാൻ ആ മാർക്കനെ വരണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ ഞാൻ മുകളിലോട്ട് കയറി പോകുന്നുണ്ട്. സ്ഥിരം വരുന്നതാണ് ചേട്ടാ? സ്ഥിരം വരുന്ന സ്ഥലം അത്? ആ സ്ഥിരം അതിൻ്റെ ഇവിടെ ഇങ്ങനെ വന്നാൽ ഇങ്ങോട്ടല്ല കയറി പോകുന്നേ. അല്ലേ? മിക്കവാറും ഇതിലേ കയറുള്ളൂ. അപ്പുറം ഇത് കുറച്ച് മതിൽ പൊട്ടിയില്ലല്ലോ. ആണല്ലേ? ഇവിടെ ഏറ്റവും കൂടുതൽ ഇവിടെ കൂടിയല്ല കയറുന്നേ. ആണല്ലേ? സാർ ഇവിടെ ഇന്നലെ മിഞ്ഞാന്ന് കയറിയാണ്. ഇവിടെ കയറാൻ വേണ്ടി ശ്രമിച്ചപ്പം കുറച്ചുകാരുണ്ടായിരുന്നു. 2-3 വണ്ടി ഉണ്ടായിരുന്നു. അവർ താഴ്ന്നു വെച്ചപ്പോൾ ആന ഇവിടെ ആന വരുന്നത് ഒച്ച കേൾക്കാൻ വേണ്ടി ബിയറിൻ്റെ കുപ്പി കെട്ടിയിരിക്കുന്ന കേട്ടോ. ഇതാണ് ഇല്ലില്ല. ആനിവിടെ വഴിയാക്കിയിട്ടുണ്ട്. കയ്യിലും പോവാം. നോക്കാം ഏതെങ്കിലും ശരിയാവുമോ. ശരിയാക്കണം നമുക്ക്. അതെ അതെ. ഞങ്ങളൊരു അടയാളം വെച്ചതാ ഇത് കണ്ടോ. ആ കുപ്പി ബിയറിൻ്റെ കുപ്പി വെച്ചേക്കുന്നല്ലേ? ഇത് തൊട്ടിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ? അന്നേരം അറിയും. ഇല്ല എല്ലാവരും വിട്ടോ. എല്ലാവരും പോയിട്ട് അടിക്കണം. 15 മീറ്റർ മാറിയിട്ട് കാര്യം ചെയ്തേനെ കേട്ടോ. നമുക്ക് പോകാം. ഇനിയിപ്പോൾ അത് ഓണാക്കാനായിട്ട് പോവുകയാണ്. അതിന് മുന്നേ എല്ലാവരും
അത് കഴിഞ്ഞിട്ട് ഓണാക്കിയാൽ മതി. എൻ്റെ അവിടെ വർക്കിങ് കേട്ടോ. നമ്മളെ മൂവ്മെൻറ്റ് കിട്ടുമോ? ഇവിടുന്ന് കിട്ടുമോ? ഇങ്ങോട്ട് വീഡിയോ നോക്ക്. തലയിറ്റി പോകുന്ന നോക്കുമ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുക്കുന്നത്. കാണുന്നവർ തല കിട്ടണം. നീ ഇത് ടെസ്റ്റ് ചെയ്ത് എൻ്റെ ചെവിയൊക്കെ പോയി കാണൂല. ഇത് സമയച്ചിരി കുറക്കണമായിരുന്നു കേട്ടോ. 1.5 മിനിറ്റ്. ഒരു മാസം കഴിഞ്ഞപ്പിന്നെ ഇങ്ങനെ വിൽക്കുകയല്ല. ഇത് പറ്റിയൊരു ആഴ്ച തന്നെ അവരിങ്ങനെ നോക്കി ഞങ്ങളായിട്ട് കണ്ട് പറ്റുമെങ്കിൽ ഒരു 10-15 മിനിറ്റ് കേൾക്കാം. ഇത് കേൾക്കും, കേൾക്കായിട്ടല്ല, വീടുണ്ട് കേട്ടോ. അവിടെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 15 ദിവസത്തേക്ക് 15-25 ദിവസത്തേക്ക് അരികിൽ നിന്നിട്ടുണ്ട്. എന്താട്ടാ 15-20 ദിവസത്തേക്ക് ആന വന്നാൽ ഇത് സൗണ്ട് കേൾക്കുമ്പോൾ ആന മാറിപ്പോകും. അതെ അതെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആന പഠിക്കൂലേ. പറ്റും. പക്ഷെ നമുക്ക് അപ്പത്തേക്കും നമുക്ക് സെറ്റാക്കാം. ഞങ്ങൾ ഇത് വെച്ചിട്ട് ഇപ്പോൾ കുറേ ദിവസം ഇപ്പോൾ പല സ്ഥലത്തും വരുന്നില്ലെന്ന് പറഞ്ഞു. അല്ല, 10 ദിവസത്തേക്ക് ഉണ്ടാവില്ല. അതെ അതെ, ഒരു 10-25 ദിവസത്തേക്ക്, ഒരു മാസത്തേക്കൊന്നും വരികയല്ല. അല്ലേ, പട്ടി മേടിച്ച് വീട്ടിൽ കയറിയില്ലേ. ആ ഹലോ, ഞാനിതാ ഇവിടെ കോട്ടപ്പാറ ഈ ഭാഗത്തുണ്ട് സാറേ. ഇവിടെ ഫാമിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ഞങ്ങളിപ്പോൾ ഇതാ വെച്ചുകൊണ്ട് ഒരു 3 ഇത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് വെച്ചിട്ടിപ്പം കാട്ടി പോലും ഇതിനെ കാണുന്നില്ല. ഈ വൈകുന്നേരം ഉച്ചയ്ക്ക് രാവിലെ കിടന്നുറക്കാൻ വേണ്ടി മാത്രം കാട്ടു പോകും. വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചുകൊണ്ട് ഇതിന് ലൈറ്റ് കാണുമ്പോൾ പേടിച്ചിട്ട് അടക്കും. ഇവിടെ വന്ന് പരിചയമായത് ഒരാൾക്കോ പിന്നെ ഓടിക്കാൻ പോകാൻ എന്തിനാ കുടിക്കുന്നത്? അല്ല, ഫ്രഷ് ആയിട്ട് കുരങ്ങ് സിംഹമല്ല, ഒച്ച ആണോ? ഇവിടെ ഇരിപ്പുണ്ടോ? അതൊന്നും ഇവിടെ നിന്ന് കിട്ടൂല, അത്രയും ദൂരം ഒന്നും കിട്ടൂല. കരിങ്കുരങ്ങ് അതാണ് മോളേൻ്റെ അറ്റത്തിരിക്കുന്നതാണ്. ആ, ഇത് മറ്റേ ഹനുമാൻ. പേടിച്ചു തെന്നി.
മാൻകുരങ്ങ് ശരിക്കും ഓണടിക്കുന്ന പോലെ അല്ലേ. നമ്മളിന്ന് ഇതിപ്പോൾ രണ്ടാമത്തെ ദിവസമാണ്. നമ്മൾ ഇന്നലെ ഇവിടെ കൊണ്ടുവന്ന് ഈ ഒരു സിസ്റ്റം നമ്മളിവിടെ ഫിറ്റ് ചെയ്യുന്ന ആ ഒരു ദൃശ്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചതാണ്. ഇന്നിപ്പോൾ രണ്ടാമത്തെ ദിവസം നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് ഇതേ സ്ഥലത്ത് തന്നെ. അപ്പോൾ നമ്മളതിൻ്റെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ മാറ്റാനായിട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ രണ്ടാമത് ഇന്നലെ രാത്രി നമ്മളൊരു വീടിൻ്റെ പുറകിൽ സെറ്റ് ചെയ്ത രംഗം നിങ്ങൾ കണ്ടു കാണുമല്ലോ. ആ ഒരു സ്ഥലത്ത് ഇന്നലെ രാത്രി ആന വന്നായിരുന്നു. ആന വന്നിട്ട് ഇതിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ തിരിച്ചു പോയി എന്നാണ് പറഞ്ഞത്. പക്ഷേ അവിടെ നമുക്ക് ക്യാമറ വെച്ചിട്ടില്ലായിരുന്നു. ഇവിടെയാണ് ക്യാമറ വെച്ചത്. പക്ഷേ നമുക്കൊരു പ്രോപ്പറായിട്ടുള്ള വിഷ്വൽസ് കിട്ടിയിട്ടില്ല ഇതുവരെ. ഏതായാലും നമ്മൾ ശ്രമിക്കുകയാണ് കേട്ടോ. നമുക്കൊരു ലൈവായിട്ടൊരു വിഷ്വൽ കിട്ടാനുള്ള ഒരു ശ്രമത്തിലാണ്. എന്തായാലും ആന ഇതിൻ്റെ സൗണ്ട് ഇതിൻ്റെ അലാറം അടിക്കുമ്പോൾ ആന ഇവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. ആന പോകുന്നുണ്ടെന്ന് മാത്രമല്ല, ആന ഇവിടുന്ന് എസ്കേപ്പ് ആകുന്നുണ്ട്. പക്ഷേ നമുക്കത് ലൈവായിട്ട് ക്യാമറയിൽ ഒരു വീഡിയോ കിട്ടാനായിട്ടുള്ള ഒരു ശ്രമമാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് ഇന്ന് അല്ലെങ്കിൽ ഒരു 2-3 ദിവസത്തിനുള്ളിൽ കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മളെല്ലാവരും ഉള്ളത്. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ആർളം ഫാമിലെ 10ാം ബ്ലോക്കിലാണ് ഉള്ളത്. ആർളം ഫാമിലെ 10ാം ബ്ലോക്കിലാണ്. ഇപ്പോൾ നമ്മളവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ സൗണ്ടാണ് കേട്ടത്. എന്താ പ്രതീക്ഷയുണ്ടോ? ഇന്ന് പ്രതീക്ഷയുണ്ട്. സത്യം പറഞ്ഞാൽ എന്നത്തെ പോലെ ഇന്നും നമ്മൾ വെച്ചിട്ടിരിക്കുകയാണ്. ആന ഇതുവരെ ഇതിൻ്റെ അടുത്തിട്ട് വന്നിട്ടില്ല. സമീപ പ്രദേശത്തേക്ക് മാറിപ്പോവാണെന്നാണ് കേട്ടത്. പക്ഷേ ഇവിടെ നിരന്തരമായ ആനയുടെ സാന്നിധ്യമുള്ള സ്ഥലമായിരുന്നു. നമ്മളിത് വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് ഈ ഏരിയയിൽ വന്നിട്ടില്ല. ഇപ്പോൾ ഈ 2 ദിവസം മുൻപ് ഇതിൽ വഴി ഇറങ്ങി. അപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ വെച്ചുകൊണ്ട് അവിടെ ഉള്ള ആന സാന്നിധ്യമൊക്കെ മാറി വരുന്നില്ല. അപ്പോൾ ഇന്ന് ഇവിടെ ഇറങ്ങുന്നുള്ള പ്രതീക്ഷയിലാണ്. RRT ഓഫീസേഴ്സും എല്ലാവരും അങ്ങനെ തന്നെയാണ് പറയുന്നത്, ഇന്ന് ഇവിടെ ഇറങ്ങുന്നു. അതിനാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ട് ക്യാമറ എല്ലാം റെഡിയാക്കി വെച്ചിട്ട്. നമ്മൾ ഇന്നലെ രാത്രി വെച്ച് ആ വീടിൻ്റെ ആ സൈഡ് അവിടെ ആണ് ഇന്ന് രാവിലെ ഇറങ്ങിയിരുന്നു. അവിടെ ഇറങ്ങാൻ വന്നെന്ന് പറഞ്ഞു ആ വീട്ടുകാരിലെ സ്ത്രീ. എന്നിട്ട് അലാറം അടിച്ചപ്പോൾ ആന അവിടെ നിന്ന് തിരിഞ്ഞു പോയി. എന്നിട്ട് വേറൊരു ഭാഗം പൊട്ടിച്ചിട്ടുണ്ട്. ആനമതിൽ കെട്ടിയതിന്റെ ഒരു ഭാഗം ഇന്നലെ പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ആന അങ്ങോട്ട് പോയിട്ട് പൊട്ടിച്ചതായിരുന്നു. അങ്ങോട്ട് നോക്കണം. മേഡത്തിന് അവിടെ നിന്ന് പോയി കണ്ട് സംസാരിച്ച് നോക്കാം. ഇതാട്ടോ നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പം ഇന്ന് നാളെ ഒക്കെ നമുക്ക് അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിലാണ്. ഓക്കെ, ഓണാക്കല്ല എടുക്കല്ലേ. നോക്കാം. ഈ സൗണ്ട് വരുമ്പോൾ ക്യാമറ അപ്പം തിരിയും. ഇത് എത്ര മിനിറ്റ് ഇട്ടേക്കുന്നത് നീ? ഇത് 50 സെക്കൻഡ് അടിക്കും. എന്താ ക്യാമറ ഈ ലൈറ്റ് നമ്മളിങ്ങോട്ട് വന്നപ്പോൾ നമ്മളിവിടെ കണ്ടാട്ടോ ഒരു നക്ഷത്രാമ. അടിപൊളി. ഇത് കാലൊക്കെ നോക്കിയത് ഈ പുല്ലൊരിച്ചിരി മാറ്റാവും. പുള്ളി കയറി പോവുക കേട്ടോ. കയറിപ്പോട്ടെ. നമ്മളിപ്പോൾ ഇവിടെ വന്നപ്പോൾ റോട്ടിൽ നിന്ന് കണ്ടാട്ടോ. ഇച്ചിരി കാഴ്ചയാണ്. അതെ, നമുക്കങ്ങനെ ഇതുവരെ കാണാൻ കിട്ടാത്തൊരു സാധനം അല്ലേ. അതെ അതെ അതെ. നക്ഷത്ര ആമ അടിപൊളി. ഇപ്പൊ വർക്ക് ചെയ്തോ? പിന്നെ മൃഗം വന്നാലേ വർക്ക് ചെയ്തു. ചേട്ടൻ്റെ പേരെങ്ങനെയായിരുന്നു? നാരായണൻ. ഇത് ബ്ലോക്ക് 10 അല്ലേ? ചേട്ടാ ഇന്നലെ രാത്രി എങ്ങനെയാ അവിടെ വെച്ചിട്ട് ആന ആന അവിടം വരെ വന്നേച്ച് ആന പിന്നെ ഓട്ടം കാണുമ്പോൾ 2 പ്രാവശ്യം വന്നായിരുന്നു. ഒന്ന് രാവിലെ, ഒന്ന് വൈകിട്ട്. നിങ്ങൾ പോയി കഴിഞ്ഞ ഒരു 10-12 മണി വന്നു. അപ്പം അടിച്ചു. അന്നേരം ഇത് കാണിക്കപ്പം അങ്ങോട്ട് പോയി. രാവിലെ വന്നപ്പം ആന അന്നേരം തന്നെ വന്ന് ഈ ഒച്ച കേട്ടപ്പം രാവിലെ മുകളിലോട്ട് കയറി. നിങ്ങൾ കാണുന്നുണ്ടോ? കാണുന്നുണ്ടല്ലേ? ആന കാണുന്നുണ്ട്. അല്ലേ? ഇങ്ങോട്ട് ഉള്ളിലേക്ക് കയറിയിട്ടില്ല. ഇല്ല, കയറിയില്ല. ആ വഴിക്ക് സ്ഥിരം ഇറങ്ങിക്കൊണ്ടിരുന്നല്ലേ? എന്നിട്ട് അത് പിന്നെ ഇതേ പോയി ഇറങ്ങിയേ. അത് അങ്ങ് മുകളിലോട്ട് കയറി പോയിട്ട് പിന്നെ ഉച്ചയാകുമ്പോഴത്തേനെ ഇവിടെ ഉണ്ടായിരുന്നു മുകളിൽ. ഇപ്പം താഴോട്ട് പോയിട്ടുണ്ട് തോന്നുന്നു. അത് പടക്കം പൊട്ടിക്കുന്നുണ്ട് താഴെ. കുറച്ച് നേരത്തായപ്പോഴുണ്ട്. നമുക്ക് നോക്കാം. ഇന്ന് നോക്കി നോക്കാം. വന്നാ പറയണ കേട്ടോ. അടിയേട്ടാ അങ്ങോട്ട് പോകരുത് കേട്ടോ.
നോക്കിയാൽ മതി, അങ്ങോട്ട് പോകരുത് കേട്ടോ. അയ്യോ അങ്ങോട്ട് പോകുക, അങ്ങോട്ട് പോകാൻ പോലും ഇവിടെ മിറ്റത്ത് തന്നെ ഇറങ്ങി അങ്ങോട്ട് പോക്ക്. അയ്യോ അയ്യോ, അവിടെ വർക്കിംഗ് ആണ് സാധനം. ചോപ്പ് ലൈറ്റ് കത്തുന്നുണ്ടല്ലോ. കത്തുന്നുണ്ട് അത് നമുക്ക് അടുത്തുനിന്ന് കിട്ടും. നമുക്ക് ഇത് ഫിക്സ് ചെയ്യാൻ വരുമ്പോൾ എടുക്കാം. ഇത് ഇവിടെ എവിടെ ആവും പോയി. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, അവർ സംസാരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. ഈ ആന അതിൻ്റെ അടുത്ത് വന്നു. ആന വന്നിട്ട് ഈ ഒരു സൗണ്ട് കേട്ടതിന് അല്ലെങ്കിൽ ഈ സിസ്റ്റം പ്രവർത്തിക്കുന്നത് കണ്ട് ആന പേടിച്ച് അവിടുന്ന് മാറിപ്പോവുകയായിരുന്നു. അപ്പോൾ അത് അവർ നേരിട്ട് കണ്ടതുമാണ്, അത് അവർ സാക്ഷ്യപ്പെടുത്തിയിട്ടുമുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ആറളം പ്രദേശത്ത് പല മേഖലകളിൽ നമ്മളിത് സെറ്റ് ചെയ്തിരുന്നു. ആ പ്രദേശത്തൊക്കെ സമാനമായ റിസൾട്ട് തന്നെയാണ് ഉണ്ടായത്. പക്ഷേ മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്ത്, അതായത് ഈ ഒരു ജനവാസ മേഖലയോട് ചേർന്ന ഒരു ഭാഗത്ത് മാത്രമേ നമുക്ക് ഇങ്ങനെയൊരു റിസൾട്ട് നമുക്ക് അവരുടെ ഭാഗത്തു നിന്ന് ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ബാക്കിയുള്ള പല സ്ഥലത്തും നമ്മൾ ക്യാമറ വെച്ചിരുന്നു. പക്ഷേ ആ ക്യാമറയുടെ അടുത്ത്, ക്യാമറ വെച്ച സ്ഥലത്തൊന്നും ആന ഈ ഒരു സിസ്റ്റം വെച്ചതിന് ശേഷം അങ്ങോട്ട് അടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അതായത് ഈ ഒരു സിസ്റ്റം വലിയ വിജയം തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ നമുക്ക് ഒരു ക്യാമറയിൽ അതിനൊരു പ്രൂഫ്, അതായത് കാട്ടാന വന്ന് ഇത് കണ്ട് അല്ലെങ്കിൽ ഈ ഒരു സൗണ്ട് കേട്ട് പേടിച്ച് ഓടുന്ന ഒരു രംഗം നമുക്ക് കാണാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇത്ര ഒരു കുറച്ച് ദിവസം നമ്മൾ ഈ ഒരു വീഡിയോ ഡിലേ വന്നത്. നമ്മളിത് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഷൂട്ട് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ അങ്ങനെ ഒരു റിസൾട്ട് നമുക്ക് ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റിയില്ല. പക്ഷേ നേരിട്ട് കണ്ട ആളുടെ അല്ലെങ്കിൽ ആ ഒരു വീട്ടുകാരുടെ അനുഭവമാണ് അവർ നമ്മളോട് പങ്കുവച്ചത്. അതുമാത്രമല്ല, ഇത് വെച്ചതിന് ശേഷം പല ഭാഗത്തും ആന വരുന്നില്ല എന്ന് തന്നെയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും സാക്ഷ്യപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഒരു സിസ്റ്റം വിജയം തന്നെയാണ്. അപ്പോൾ നമുക്കിനി വരും ദിവസങ്ങളിൽ നമ്മളിനി ഇത് കൂടുതൽ സ്ഥലങ്ങളിൽ ഇത് വെച്ചിട്ട് അതിന് ക്യാമറ അടക്കമുള്ള സംവിധാനങ്ങളൊക്കെ വെച്ച് അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് ക്യാമറയിൽ വിഷ്വലായിട്ട് എവിഡൻസ് ആയിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ശ്രമമാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ നടത്താനായിട്ട് പോകുന്നത്. ഏതായാലും ജിഷോയ് കണ്ടുപിടിച്ച ഈ ഒരു ഫാം ഗാർഡ് എന്ന് പറയുന്ന ഈ ഒരു AI സംവിധാനം ഉപയോഗിച്ചുള്ള ഈ ഒരു ടെക്നിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വിജയമാണ് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അത് വിജയമാകട്ടെ. കാരണം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറളം പ്രദേശത്തെ, അതായത് ആറളം ഫാം പ്രദേശത്തെ, അതുപോലെ തന്നെ ആറളം സെറ്റിൽമെൻറ്റ് ഏരിയയിലെ ജനങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ നമ്മൾ ഒത്തിരി നമ്മുടെ ചാനലിൽ കൂടെ നമ്മൾ കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അവരുടെ ഒരു ബുദ്ധിമുട്ടിനൊരു ഇങ്ങനെയെങ്കിലും ഒരു അറുതി വരട്ടെ. ആനമതിലിൻ്റെ പണി അവിടെ തകൃതിയിൽ നടക്കുന്നുണ്ട്. പക്ഷേ അത് ഏത് കാലത്ത് പൂർത്തിയാകും എന്നൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റില്ല. കാരണം കുറേ കാലമായി അതിൻ്റെ പണി തുടങ്ങിയിട്ട്, പക്ഷേ ഇതുവരെ അതങ്ങ് പൂർത്തിയാകുന്നില്ല. ഇഴഞ്ഞാണ് നീങ്ങുന്നതെന്നാണ് ജനങ്ങളുടെ പരാതി. എങ്കിൽ പോലും ഈ അടുത്തായിട്ട് അത് കുറച്ചും കൂടെ വേഗത്തിൽ പണി നടക്കുന്നുണ്ടെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. ഏതായാലും ഇങ്ങനെ ഒരു ടെക്നോളജി ഫലപ്രദമാകുന്നത് ഒത്തിരിയധികം ഉപകാരപ്രദം തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഏതായാലും ഫോറസ്റ്റിനോട് ചേർന്നുള്ള ഈ ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഈ ഒരു നമ്മുടെ ഈ ഒരു മെഷീൻ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യാനായിട്ട് ഞങ്ങളെ സഹായിച്ചത് ഇവിടുത്തെ റേഞ്ചർ രമ്യ മാഡവും അതുപോലെ തന്നെ ബാക്കി ഉദ്യോഗസ്ഥരും ഒക്കെയാണ്. അപ്പോൾ ഏതായാലും അവരുടെ സഹായം കൊണ്ടാണ് നമ്മൾ ഇത്രയും ക്ലോസ് ആയിട്ടുള്ള ഏരിയയിലൊക്കെ നമ്മൾ കൊണ്ടുപോയി നമുക്ക് ഇത് വെക്കാനായിട്ടും ഒക്കെ സാധിച്ചതും ഇതിങ്ങനെ പരീക്ഷിക്കാനായിട്ടൊക്കെ സാധിച്ചതൊക്കെ. ഏതായാലും അവരോടുള്ള നന്ദി നമ്മൾ ഈ വീഡിയോയിലൂടെ അറിയിക്കുകയാണ്. ഏതായാലും വരും ദിവസങ്ങളിൽ നമ്മൾ ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ് നമ്മൾ അറിയിക്കുന്നതായിരിക്കും. ഇനി നമ്മളിത് കൂടുതൽ പ്രദേശങ്ങളിൽ വെച്ച് കൂടുതൽ ക്യാമറയൊക്കെ യൂസ് ചെയ്ത് ഇതിൻ്റെ ലൈവായിട്ടുള്ള വിഷ്വൽ കിട്ടുമോ എന്നുള്ളൊരു ശ്രമത്തിലാണ് നമ്മളുള്ളത്. ഏതായാലും ഈ ടെക്നോളജി ഭാവിയിൽ നല്ല വിജയമാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക്